ഹായ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ കുട്ടിക്ക് 1.5 വയസ്സായി. ഇതുവരെ 5-6 വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇത് നോർമലാണോ? 2 വയസ്സായി, ഇപ്പോഴും നടക്കാൻ തുടങ്ങിയിട്ടില്ല. ഞാനെന്ത് ചെയ്യണം? ഇതുപോലുള്ള ചോദ്യങ്ങൾ ദിവസവും നിരവധി മാതാപിതാക്കൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ കൊണ്ടുവന്നിട്ടുള്ളത് 0 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങളുടെ ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റാണ്. ഇത് വെച്ച് നമുക്ക് തന്നെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ കുട്ടിയുടെ വളർച്ച കൃത്യമാണോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഞാൻ സയ്യിദ് മുഹമ്മദ് മുബഷിർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ തലച്ചോറിൻ്റെ വികസനം ഒരു കോണിപ്പടികൾ പോലെയാണ്. ഓരോ പടിയും അടുത്ത പടിയിലേക്കുള്ള വഴികളാണ്. ചലനശേഷി, ഭാഷ, സാമൂഹിക ഇടപെടൽ എന്നിങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ കാലതാമസം വന്നാൽ അത് മറ്റു കാര്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ മൈൽ സ്റ്റോണുകൾ നോക്കുന്നതിന് മുമ്പായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഈ പറയുന്ന കണക്കുകളെല്ലാം ഒരു ശരാശരി മാത്രമാണ്. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. ഓരോ കുട്ടിയും തികച്ചും വ്യത്യസ്തരാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പാരമ്പര്യം, കുട്ടി വളർന്നു വരുന്ന സാഹചര്യം എന്നിവയൊക്കെ അനുസരിച്ച് ഈ വളർച്ചാഘട്ടങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. അതുകൊണ്ട് ഈ മാസങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടാൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ല. എന്നാൽ കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കാതെ അതാത് മേഖലയിലെ വിദഗ്ധരുമായി നേരിട്ട് കൺസൾട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജനനം മുതൽ 12 മാസം വരെ, അതായത് അടിത്തറപ്പാകുന്ന സമയമാണ്. 2 മുതൽ 3 മാസത്തിൽ നമ്മൾ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ തിരിച്ചൊരു മറുപടി ചിരി തരുന്നത് കാണാം. അതുപോലെ കുഞ്ഞിനെ തോളിലേക്ക് എടുക്കുമ്പോൾ തല പുറകോട്ട് പോകാതെ കുറച്ച് നേരം നേരെ നിർത്താൻ വേണ്ടി അവൻ അല്ലെങ്കിൽ അവൾ ശ്രമിക്കും. 4 മാസം മലർന്നു കിടക്കുന്ന കുഞ്ഞ് തനിയെ വശം തിരിഞ്ഞ് കമിഴ്ന്നു വീഴാൻ തുടങ്ങും. നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഓ എന്നിങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങും. 6 മാസം പുറകിൽ തലയിണ വെച്ച് കൊടുത്താൽ കുഞ്ഞ് അതിൽ ചാരി ഇരിക്കാൻ ശ്രമിക്കും. പുതിയ ആളുകളെ കാണുമ്പോഴോ മുഖം തിരിക്കുമ്പോഴോ കരയുകയോ ചെയ്യുന്നത് ഈ പ്രായത്തിലാണ്. ഇനി 9 മാസം നിലത്ത് കിടത്തിയാൽ മുട്ടിലിഴഞ്ഞ് കളിപ്പാട്ടങ്ങളുടെ അടുത്തേക്ക് പോകും. ദൂരെയുള്ള സാധനങ്ങൾ വിരൽ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങും. അമ്മയെ കാണുമ്പോൾ കൃത്യമായി ഉമ്മ, അമ്മ, ഉമ്മ എന്നൊക്കെ അർത്ഥം മനസ്സിലാക്കി വിളിക്കാൻ ശ്രമിക്കും. 12 മാസം, അതായത് 1 വയസ്സ്, കസേരയിലോ സോഫയിലോ പിടിച്ച് തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കും. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കൈവീശി ടാറ്റ, കുപ്പി, താ, വാ എന്നിങ്ങനെ ചെറിയ വാക്കുകളൊക്കെ പറയാൻ തുടങ്ങുകയും ചെയ്യും. ഇനി 12 മുതൽ 24 മാസം വരെ, അതായത് മാറ്റങ്ങളുടെ സമയമാണ്. 15 മാസം കസേരയിലോ ചുമരിലോ പിടിക്കാതെ തനിയെ നടക്കാൻ തുടങ്ങും. പാല്, വെള്ളം, പോ തുടങ്ങിയ വാക്കുകൾ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. 18 മാസം വീഴാതെ ഓടി നടക്കാൻ തുടങ്ങും. ആ പന്തെടുത്തേ എന്ന് പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി അനുസരിക്കാൻ ശ്രമിക്കും. 10 മുതൽ 20 വാക്കുകൾ വരെ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇനി 24 മാസം, അതായത് 2 വയസ്സ്, അമ്മേ വാ, പാല് വേണം എന്നിങ്ങനെ 2 വാക്കുകൾ ചേർത്തുള്ള വാചകങ്ങൾ പറയും. പാട്ടങ്ങളുടെ ബ്ലോക്കുകളിൽ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെക്കാൻ ആരംഭിക്കും. അടുത്തത് 24 മുതൽ 36 മാസം, ഭാഷാ വികസനം. 30 മാസം 2.5 വയസ്സ്, എനിക്ക് ചോറ് വേണമെന്ന് പറയും. 2 കാലുകൾ ചേർത്ത് തറയിൽ നിന്ന് മുകളിലേക്ക് ചാടും. പുസ്തകത്തിൻ്റെ പേജുകൾ ഓരോന്നായി മറിച്ചു നോക്കാൻ പഠിക്കും. ഇനി 36 മാസം, അതായത് 3 വയസ്സ്, കുട്ടി ധാരാളം സംസാരിക്കാനും അതേപോലെ മൂത്രമൊഴിക്കാൻ വരുന്ന കാര്യം മുൻകൂട്ടി പറയാൻ തുടങ്ങും. ഒഴിഞ്ഞ കപ്പിൽ നിന്ന് ചായ കുടിക്കുന്നതായിട്ട് അഭിനയിക്കുകയോ പാവകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതായി കളിക്കുകയോ ഒക്കെ ചെയ്യും. അടുത്തത് 36 മുതൽ 60 മാസം, അതായത് സ്കൂളിലേക്കുള്ള തയ്യാറെടുപ്പ്. 4 വയസ്സിൽ ഒറ്റക്കാലിൽ നിൽക്കാനും ചാടാനും തുടങ്ങും. സ്കൂളിലോ പുറത്തോ നടന്ന ചെറിയ കാര്യങ്ങൾ ഒരു കഥ പോലെ നമ്മളോട് വന്ന് പറയും. പേപ്പറും പെൻസിലും കൊടുത്താൽ ഒരു വട്ടം കൃത്യമായി വരക്കാൻ ശ്രമിക്കും. 5-ാമത്തെ വയസ്സിൽ താളത്തിൽ തുള്ളിച്ചാടി നടക്കും. 1 മുതൽ 10 വരെ കൃത്യമായി എണ്ണും. ആരെങ്കിലും ചോദിച്ചാൽ സ്വന്തം പേരും അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും വയസ്സുമൊക്കെ നമ്മൾ പഠിപ്പിച്ചത് വെച്ച് പറയും. മറ്റു കുട്ടികൾക്കൊപ്പം സാധനങ്ങൾ ഷെയർ ചെയ്ത് കളിക്കാനും പഠിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്.
താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകരുത്. ഒന്നാമതായി, 12 മാസം കഴിഞ്ഞിട്ടും നമ്മൾ പേര് ചൊല്ലി വിളിക്കുമ്പോൾ തിരിച്ചു നോക്കാതിരിക്കുകയോ കണ്ണിൽ നോക്കാതിരിക്കുകയോ ചെയ്താൽ, അതുപോലെ 18 മാസം കഴിഞ്ഞിട്ടും വാക്കുകൾക്ക് പകരം ആവശ്യങ്ങൾ മുഴുവൻ കരഞ്ഞു മാത്രം അറിയിക്കുകയാണെങ്കിൽ, 2 വയസ്സ് കഴിഞ്ഞിട്ടും നടക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ, സ്ഥിരമായുള്ള കടുത്ത വാശി, മിക്സി പ്രവർത്തിക്കുമ്പോഴോ കുക്കർ അടിക്കുമ്പോഴോ ഒക്കെ അമിതമായി ഭയന്ന് ചെവി പൊത്തിപ്പിടിച്ച് കരയാൻ, അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുക തുടങ്ങിയ സെൻസറി പ്രശ്നങ്ങളുണ്ടെങ്കിൽ, 3 വയസ്സായിട്ടും സങ്കല്പിച്ചിട്ടുള്ള കളികളില്ലെങ്കിൽ, അതായത് കാർ ഓടിച്ച് കളിക്കുന്നതിന് പകരം അതിൻ്റെ ചക്രങ്ങൾ മാത്രം കറക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ വിദഗ്ധ സഹായം തേടേണ്ടതാണ്. ജനനം മുതൽ 3 വയസ്സിനുള്ളിൽ പരിശീലനം നൽകിയാൽ മികച്ച മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിനെയാണ് ഏർലി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനൊക്കെ പരിഹാരമായി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരുപാട് ആക്ടിവിറ്റികൾ നമ്മുടെ ചാനലിൽ പല പ്ലേലിസ്റ്റിലായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഡോക്ടറെയോ സ്പീച്ച് തെറാപ്പിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ അതാത് പ്രൊഫഷണൽസിനെ കാണിക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് 0 മുതൽ 5 വയസ്സ് വരെയുള്ള മൈൽ സ്റ്റോണുകൾ അടങ്ങിയ ചെക്ക് ലിസ്റ്റിൻ്റെ സൗജന്യ PDF നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പരമാവധി മെമ്പേഴ്സിന് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണിപ്പോൾ. അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ സെപ്പറേഷൻ ആൻസൈറ്റി, അതായത് പേരൻസിനെ വിട്ട് മാറാനുള്ള പേടി എങ്ങനെ മാറ്റാമെന്നതാണ്. അത് നിങ്ങളുടെ കുട്ടിയുടെ വളർച്ചയിലെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. എല്ലാവരും വായിക്കുകയും അതൊരു ചർച്ചയാവുകയും ചെയ്യട്ടെ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.